ഒരു പരിഹാരം കണ്ടെത്തുവാൻ നമ്മുടെ എന്താണ് യാഗങ്ങൾക്കും കർമ്മങ്ങൾക്കും ബലികൾക്കും വാവുകൾക്കും ശബ്ദത്തുകൾക്കും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പുരോഹിതന്മാരുടെ വഞ്ചനയുടെ മുമ്പിൽ നമ്മുടെ സമ്പത്തും പൈസയും ചെലവഴിച്ചതേ ഉള്ളൂ. ഒരു പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, കേട്ടോ, അപ്പമല്ലാത്തതിന് ദ്രവ്യവും നിങ്ങൾക്ക് തൃപ്തി വരുത്തുവാൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്നബലവും ചെലവിടുന്നതിന്. ഒരിക്കൽ കൂടെ പറയാം, അപ്പമല്ലാത്തതിന് ദ്രവ്യവും നിങ്ങൾക്ക് തൃപ്തി വരുത്തുവാൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്നബലവും ചെലവിടുന്നത് എന്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശക്കുന്നവന് അപ്പം വേണം, പക്ഷേ നിങ്ങളുടെ കരങ്ങളിരുന്ന പൈസ കൊടുത്ത് നിങ്ങൾ അപ്പം എന്ന് കരുതി വാങ്ങിയത് വിശപ്പിന് ഉതകുന്നതല്ല, തിന്നാൻ കൊള്ളുന്നതുമല്ലെങ്കിൽ നിങ്ങൾ എത്ര നിരാശരാണ്. പ്രിയപ്പെട്ടവരെ, ഓർമ്മ വെച്ച നാൾ മുതൽ പാപമോചനത്തിന് വേണ്ടിയും ചൊവ്വാദോഷം മാറുവാൻ വേണ്ടിയും രാഹുകാലത്തെ ജയിപ്പാൻ വേണ്ടിയും എന്താണ് ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഓടി ഓടി തളരുകയാണ്. നമ്മുടെ പണം മുഴുവനും ഇങ്ങനെയുള്ള പുരോഹിതന്മാർ തിന്നു തീർക്കുകയാണ്. പാപമോചനത്തിന് വേണ്ടി നമ്മൾ എന്താണ് അനേക ജലാശയങ്ങളെ ആശ്രയിക്കുകയാണ്. നമ്മുടെ പണവും സമയവും തീർത്ഥാടനങ്ങൾ ചെയ്തുകൊണ്ട് നശിപ്പിച്ച് കളയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇത്ര നാളും ഓടിയിട്ടും ഇത്ര നാളും അധ്വാനിച്ചിട്ടും ഇന്ന് വരെ നിങ്ങൾക്ക് പാപമോചനമോ സമാധാനമോ മോക്ഷപ്രാപ്തിയോ തരുവാന് നിങ്ങളുടെ മതപരമായിരിക്കുന്ന വിശ്വാസങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, എൻ്റെ പേര് വിജയഗോപാൽ എന്നാണ്. ഞാൻ ഹിന്ദുമത വിശ്വാസത്തിൽ ജനിച്ച് ജീവിച്ച് അതിനെ ഭയഭക്തിയോടെ ഞാൻ ആരാധിച്ച് വന്ന ഒരു വ്യക്തിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, രാഹുകാലത്തെ ജയിപ്പാൻ പോലും ഞങ്ങളുടെ പിതൃപാരമ്പര്യമായിട്ട് കടന്നു വന്ന ഞങ്ങളുടെ ശാപങ്ങളെയും ദോഷങ്ങളെയും മാറ്റിക്കളയുവാന് ഞങ്ങളുടെ യാഗങ്ങൾക്കോ കർമ്മങ്ങൾക്കോ ആരാധനകൾക്കോ ആചാരങ്ങൾക്കോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. എൻ്റെ കൂടെയുള്ള ക്രിസ്തീയ മതവിശ്വാസികളോ അവർ ഞങ്ങളെക്കാളും പരിപൂർണമായിട്ട് തകർച്ചയിലായിരുന്നു. അവർക്കും ദൈവമാരെന്ന് തിരിച്ചറിയാതെ ഓരോ ദിവസവും കള്ളുകുടിച്ചും തിന്മയാചരിച്ചും കൊണ്ട് ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായിട്ട് ജീവിച്ചവരാണ്. എന്നാൽ ഞാനാകട്ടെ അവരാകട്ടെ ഒരു നാൾ മാനസാന്തരപ്പെട്ടു. സത്യദൈവമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ആ സത്യദൈവം ആരാണ്? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിക്ക് ഒരു സൂര്യനേ ഉള്ളൂ. ആ സൂര്യനെ സൃഷ്ടിച്ചവൻ ആരാണോ അവനാകുന്നു സത്യദൈവം. ഈ ഭൂമിയിലെ ഒരു സൂര്യനുള്ളെങ്കിൽ അത് സകല ജാതി മതസ്ഥർക്കും വേണ്ടി, ദൈവമില്ലെന്ന് പറയുന്നവരെയും സത്യദൈവത്തെ ദുഷിക്കുന്നവർക്കും എല്ലാവർക്കും ആ സൂര്യന്റെ ചൂടും വെളിച്ചവും നൽകിക്കൊടുക്കുന്ന ഈ കരുണാവാരിധിയായിരിക്കുന്ന ഈ ഏക സത്യ ദൈവത്തെ, ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആകയാൽ മരണമുള്ള എല്ലാവരും നാളെ മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ള എല്ലാവരും നിങ്ങളുടെ മതപരമായിരിക്കുന്ന ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്ന ഏകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റി കേട്ടുകൊള്ളുവിന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നാൾ ഇവിടെ ജനിച്ചു. നമ്മൾ ജനിച്ചത് ആരാണ്? നിങ്ങളുടെ മാതാവും പിതാവും ഏത് മതവിശ്വാസിയായിരുന്നോ അതേ മതവിശ്വാസത്തിൽ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചു. ആ മതവിശ്വാസം നീ അനുധാവനം ചെയ്തു. എന്നാൽ നിന്റെ മാതാപിതാക്കള് നീ ഇന്ന് പരിഹസിക്കുന്ന മറ്റേ മതത്തിലെ അംഗമായിരുന്നുവെങ്കിൽ ആ മതത്തിൽ നിന്നുകൊണ്ട് നീ ഇന്ന് പ്രഭു പദവിയായിട്ട് അംഗീകരിച്ചിരിക്കുന്ന നിന്റെ സ്വന്തം ഇന്നത്തെ മതത്തെ നീ പരിഹസിക്കുമായിരുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, ജന്മം കൊണ്ട് കിട്ടുന്നതും ദൈവികമല്ല. ക്രിസ്തീയ മതമാകട്ടെ ഒരു മതത്തിലും ദൈവമില്ല. നമുക്ക് സന്തോഷവും സമാധാനം നൽകി തരുവാൻ ഒരു മതത്തിലും ഒന്നുമില്ല. എന്നാൽ പുരോഹിതന്മാർ നമ്മളെ വഞ്ചിക്കുകയാണ്. ദൈവം ആരെന്ന് തിരിച്ചറിയാതെ, ദൈവത്തിന്റെ സ്നേഹമെന്ന് തിരിച്ചറിയാതെ ഈ തത്വജ്ഞാനികളും പുരോഹിതന്മാരെ നമ്മളെ വഞ്ചിക്കുകയാണ്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. ഒരു മത പുരോഹിതന്മാർക്കും ദൈവമാരെന്ന് അറിയത്തില്ല. നിങ്ങളെ ഏത് മതമായാലും ശരി, നിങ്ങളുടെ പുരോഹിതന്മാരോട്, നിങ്ങളെ നടത്തുന്ന ഉപദേഷ്ടകന്മാരോട് ചോദിക്കണം ദൈവമാര്. അവർക്ക് ഉത്തരമില്ല പ്രിയപ്പെട്ടവരെ. ഒരു തത്വജ്ഞാനിക്കും ദൈവമാരെന്നൊരു അറിവുമില്ല. നോക്ക്, പിന്നെ തത്വജ്ഞാനികൾ പറയും ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ഇന്ന പുഴ കിടക്കണം, ഇന്ന മല വഴി നിങ്ങൾ ഇറങ്ങണം, ഇന്ന ദേശങ്ങളിൽ നിങ്ങൾ ചുറ്റി സഞ്ചരിക്കണം, ഇന്ന കർമ്മങ്ങൾ ചെയ്യണം. എന്നാൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ചിലപ്പോൾ ചെന്നെത്തിയേക്കാമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയത്തില്ലെന്ന് ഈ ലോകത്തിൽ വന്ന അധികാരത്തോടെ പറഞ്ഞവൻ ഒരുവനേ ഉള്ളൂ. എന്ന് മാത്രമല്ല, അവൻ ഇങ്ങനെ കൂടെ തന്റെ വചനത്താൽ പറഞ്ഞിരിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതായത് ദൈവത്തെ അന്വേഷിക്കുന്നവരെ, പാപമോചനം അന്വേഷിക്കുന്നവരെ, ശാപത്തിന്റെ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാൻ ആഗ്രഹിക്കുന്നവരെ, നിങ്ങളുടെ വഴിപാടുകൾക്കോ യാഗങ്ങൾക്കോ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ തീർത്ഥാടനങ്ങൾക്കോ നിങ്ങളുടെ പിതൃതർപ്പണങ്ങൾക്കോ ബലികൾക്കോ വാവുകൾക്കോ ശബ്ദത്തുകൾക്കോ യാതൊന്നിനും ഇന്നേ വരെ നിങ്ങളെ സഹായിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതാ ഞാൻ നിനക്ക് അതെല്ലാം നൽകി തരുവാൻ ഞാൻ യോഗ്യനാണ്. കാരണം ഞാൻ ആരാണെന്നറിയാമോ? ദൈവത്തിന്റെ സകല സമ്പൂർണതയുമായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നവൻ ഞാനാകുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ അവർ പുത്രനെ അന്വേഷിക്കണം. ആരെങ്കിലും ദൈവത്തോടു കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പാൻ ആശിക്കണം. അവരിങ്ങനെ പറയുന്നു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നതിനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. ആരെങ്കിലും ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ അവന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ അന്വേഷിക്കണം. കാരണം എന്താണ്? ദൈവത്തെ നമ്മൾ ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവൻ തന്റെ പുത്രനെ അന്വേഷിക്കും. പുത്രനുള്ളവർക്ക് ദൈവമുണ്ട്, പുത്രനില്ലാത്തവർക്ക് ദൈവമില്ല. കാരണം എന്താണ്? ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനേ ഉള്ളൂ. നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. ആകയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള സകല ജാതി മതസ്ഥരും ദൈവമല്ലാത്തവനെ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ
നിരർത്ഥകമായിരിക്കുന്ന ആ ആരാധനാ ക്രമങ്ങൾ പെട്ടുകൊണ്ട് നശിച്ചു പോകുന്നതിന്റെ കാര്യം എന്താണ്? ദൈവത്തെ കണ്ടെത്തുവാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിഞ്ഞില്ല. കാരണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറ്റമല്ല, നിങ്ങൾ അന്വേഷിച്ചില്ല എന്നുള്ളൊരു കുറ്റമുണ്ട് എങ്കിലും അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന കാര്യം നമുക്ക് ജീവനില്ലെന്നുള്ളവരാണ്, നമ്മൾ മരിച്ചുപോയവരാണ്. മരിച്ചവർക്ക് എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിപ്പാൻ കഴിയുന്നത്? ആകയാൽ മരിച്ചുപോയ നമുക്ക് ജീവൻ തരേണ്ടതിന് ദൈവം നമ്മളെ തേടി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, വയനാട്ടിൽ ഇതാ മരിച്ചുപോയവരെ തെരഞ്ഞു കണ്ടെത്തുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, ആദിയിൽ ആദം 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ ദൈവജീവനിൽ മരിച്ചു പോയതുകൊണ്ട് ആ മരിച്ചവന്റെ മക്കളായിരിക്കും നമ്മളെ തെരഞ്ഞു കണ്ടെത്തുവാൻ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ താണു ലോകത്തിലേക്ക് ദൈവം അയക്കുകയാണ്. അതേ പാപത്താൽ മരിച്ചുപോയ ദൈവത്തിന് മുമ്പിൽ മൃതന്മാരായിട്ട് തീർന്ന നമുക്ക് നിത്യജീവനെ നൽകി തരേണ്ടതിന്, ദൈവത്തിന്റെ ജീവനെ നൽകി തരേണ്ടതിന് തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഒരു ഇടയനെ പോലെ നമ്മുടെ അടുക്കലേക്ക് ദൈവം അയക്കുകയാണ്. അവൻ പറയുന്നു, ഒരുത്തന് ഒരു 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരെണ്ണത്തിനെ കാണാതെ പോയി കഴിഞ്ഞാൽ അവൻ ആ 99 എണ്ണത്തിനെയും ആ മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒരു ആടിനെ തെരഞ്ഞു കണ്ടെത്തുകയില്ലയോ? അവണ്ണം ഈ ഭൂമിയിലെ നമ്മളെല്ലാവരും ദൈവമില്ലാത്തവരായിട്ട് ഈ മരുഭൂമിയിലെ സാത്താന്റെ സന്തതികളായിട്ട് നരകവിധിയിലേക്ക് നമ്മൾ ഓരോ ദിവസം ഉഴന്ന് നടന്നു പോകുമ്പോൾ ഇതാ നമ്മളെ തേടി ജീവന്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗം വിട്ട് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ സ്വർഗത്തിലെ സകല മഹിമകളും വിട്ട് ഒരു മനുഷ്യനായിട്ട് ഈ താണു ലോകത്തിലേക്ക് ഇറങ്ങി കടന്നു വന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം ചുമന്നുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം ചുമലേറ്റിക്കൊണ്ട് എനിക്കും നിനക്കും പകരക്കാരനായിട്ട് ആ കാൽവറി ക്രൂശിൽ പരമയാഗമായിട്ട് അർപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപമോചനത്തിനായിട്ട് നമ്മുടെ പാപങ്ങളെ ചുമന്ന് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് അവൻ ക്രൂശിന്മേൽ ഏൽക്കുമ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ടും നിനക്ക് വേണ്ടിയിട്ടുമാണ്. നീ ഏത് ജാതി മതസ്ഥൻ എന്നുള്ളതല്ല, നീ ഒരു മനുഷ്യനാണ്. ആദമിന്റെ രക്തത്തിൽ പിറന്ന ദൈവത്തിന് ശത്രുവായിരിക്കുന്ന പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് പാപിയായിരിക്കുന്ന നിനക്ക് വിശുദ്ധനായിരിക്കുന്ന ദൈവത്തോടു കൂടെ ജീവിപ്പാൻ കഴിയാത്തത് കൊണ്ട് ആ ദൈവത്തോടു കൂടെ നിന്നെ ജീവിപ്പാൻ പ്രാപ്തനാക്കുന്ന പാപമോചനത്തിന് വേണ്ടി നിന്റെ പാപങ്ങളെ ഞാൻ സ്വയം ചുമലിലേറ്റിക്കൊണ്ട് നിന്റെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം ഞാൻ ദൈവകോടതിയുടെ മുമ്പിൽ ഏൽക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നോക്കുവിന് എന്റെ ശരീരം ആ സകലം അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നത് കണ്ടുപോ? അയ്യോ, എന്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങളൊക്കെ ചിതറിപ്പോയിരിക്കുന്നത് നീ കണ്ടുപോ? എന്റെ ശരീരത്തിലെ അസ്ഥികൾ നിനക്ക് എണ്ണി എടുക്കാൻ തൊട്ടെണ്ണമായിരുന്നു. അവണ്ണം എന്റെ മാംസകഷ്ണങ്ങൾ ഇതാ ചാട്ടവാറടിയേറ്റ് പറഞ്ഞു പോയിരിക്കുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? നിന്റെ അതിക്രമ നിമിത്തം ഞാൻ അടിയേൽക്കേണ്ടി വന്നു, നിന്റെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷ ഏൽക്കേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും അതിക്രമങ്ങൾ നിമിത്തം അടിയേറ്റും നമ്മുടെ ഓരോരുത്തരുടെയും അകൃത്യങ്ങൾ നിമിത്തം ശിക്ഷയേറ്റുകൊണ്ട് നിന്റെ കർത്താവായിരിക്കുന്ന ഞാനിതാ ഗോൽഗോഥ മലമുകളിലേക്ക് എനിക്ക് എടുപ്പാൻ പോലും ഭയങ്കരമായിരിക്കുന്ന ഭാരത്തോടു കൂടി ഒരു മരക്കുരിശും ചുമക്കുമ്പോൾ എന്നെ അവർ ചാട്ടവാറ് വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മുഖത്ത് അവർ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ എന്റെ സ്വന്തം ജനം എന്നെ പരിഹസിച്ച് തുപ്പുന്നത് കണ്ടുപോ? കുഞ്ഞെ, നിന്നോടുള്ള എന്റെ സ്നേഹ നിമിത്തം ഞാൻ ഇതെല്ലാം സഹിക്കുകയാണ്. ഞാൻ ഇങ്ങനെ സഹിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നിനക്ക് എന്റെ പിതാവായ ദൈവത്തിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുകയില്ല. കാരണം നിന്റെ പാപത്തിന്റെ ശിക്ഷ ഞാൻ ഏറ്റേ പറ്റൂ. ഞാൻ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏൽക്കുവാനായിട്ട് ഇറങ്ങി വന്നവനാണ്. ആകയാൽ ഈ അടി ഏൽക്കുന്നതും ഈ തുപ്പലേൽക്കുന്നതും ഈ മുൾക്കിരീടം ചൂടപ്പെട്ടതും ഇതാ നിന്റെ പാപഭാരമായിരിക്കുന്ന മരക്കുരിച്ച് ചുമക്കേണ്ടി വന്നതും എനിക്ക് നിന്നോടുള്ള വ്യക്തിപരമായിരിക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ട് നിന്റെ പാപഭാരം ഞാൻ എൻ്റെ കഴുകുമരമായിട്ട് കുരിശമരമായിട്ട് തോളിൽ ചുമന്നത് കൊണ്ട് അതേ കുരിശമരത്തിൽ ഞാൻ ഇതാ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുവോ? അയ്യോ, എൻ്റെ ഇടവും മല രണ്ട് നികൃഷ്ടന്മാരായിരിക്കുന്ന കള്ളന്മാരെ കണ്ടുവോ? ഈ കള്ളന്മാർ ആരാണെന്നാണ് നീ കരുതിയത് കുഞ്ഞെ? അത് നിന്നെ പോലുള്ളവരുടെ പ്രതിനിധികളാണ്. നിനക്ക് പകരക്കാരനായിരിക്കുന്ന ഒരുവനാണ് കിടക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ആ 2 കള്ളന്മാരും സ്വർഗത്തിൽ എന്നോട് കൂടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടി അത്രേ വന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്? അതിലൊരു കള്ളനുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് കണ്ടുവോ? അവന്റെ മരണകരമായ അനുഭവത്തിൽ പോലും അവൻ എന്നെ ദുഷിച്ച് പറഞ്ഞത് കണ്ടുവോ? അവന്റെ ഏകരക്ഷകനായിരിക്കുന്ന എന്നെ അവൻ പരിഹസിക്കുകയാണ്. എന്നാൽ അതേ സ്വഭാവമുള്ള മറ്റേ കള്ളൻ കണ്ടോ? അവന്റെ കഷ്ടസമയത്ത് അവനെ തന്നെ താഴ്ത്തുന്നത് കണ്ടുവോ? അയ്യോ, ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണല്ലോ അനുഭവിക്കുന്നത്. ആകിയാൽ എൻ്റെ യേശുവേ, നീ രാജാവായിട്ട് മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമെന്ന് അവൻ എൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നത് നിങ്ങൾ കേട്ടുവോ? ഞാൻ അവനുള്ളവനാണ്, അവൻ എനിക്കുള്ളവനാണ്. അവനോട് കൂടെ ഞാൻ സ്വർഗത്തിൽ, അവനല്ലെങ്കിൽ എന്നോട് കൂടെ സ്വർഗത്തിൽ വസിപ്പാൻ അവന്റെ മാനസാന്തരം മതിയായി. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപപരിഹാര ബലിയായിട്ട് ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചതുകൊണ്ട് അവനിതാ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നിത്യരാജാവായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല്. യേശുക്രിസ്തു നാളെ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ നമ്മൾ ആരാധിക്കുന്ന ആരാധന വിഷയങ്ങളെല്ലാം മാഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ മതവും ക്രിസ്തീയ പുരോഹിതന്മാരും പോലും മാഞ്ഞു പോകും. അവർ വലിയ ആനക്കാര്യമായിട്ട് കാണുന്ന പള്ളികളെല്ലാം അവിടെ ശൂന്യമായിട്ട് കിടക്കും. ഇനി മനുഷ്യനെ വഞ്ചിപ്പാൻ സാത്താൻ ഇല്ലാത്തത് കൊണ്ട് അവിടേക്ക് ആരാധനയ്ക്കായിട്ട് ഒരു മനുഷ്യനും കടന്നു പോകാതെ ശൂന്യമായിട്ട് തീരും.
യേശുക്രിസ്തു ഏകാധിപതിയായിട്ട് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് 1000 ആണ്ട് രാജാവായിട്ട് വാഴുമ്പോൾ അവന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും യോഗ്യത നേടേണ്ടതിന് നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും തള്ളിക്കളഞ്ഞ് നിന്റെ പാപപരിഹാര ബലിയായിരിക്കെ കാൽവറി ക്രൂശിൽ അറക്കപ്പെട്ട എന്നെ നിങ്ങൾ ഏകരക്ഷകനും കർത്താവും ദൈവവുമായിട്ട് അംഗീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ആ 2 കള്ളന്മാരെ പോലെ നിങ്ങൾ ഒരുവൻ മാനസാന്തരപ്പെട്ട് എന്നോടുകൂടെ മരിച്ചതുപോലെ എന്നോടുകൂടെ മരിപ്പാൻ നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം നിന്റെ ഉള്ളത്തിലേക്ക് തരും. ഈ ആത്മാവ് നിന്നിലുണ്ടെങ്കിൽ നീ എനിക്കുള്ളവനാ. അതെ, എൻ്റെ വിശുദ്ധമായിരിക്കുന്ന ആത്മാവ് നിന്നിലുണ്ടെങ്കിൽ ഞാൻ നിന്റെ ജഡമത്തെ ഈ മരണകരമായിരിക്കുന്ന ശരീരത്തെ രക്ഷിപ്പാൻ ഞാൻ തയ്യാറാണ്. ഒരുപക്ഷെ ഞാൻ അല്പം കൂടെ താമസിച്ചേ വരികയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് നിന്റെ ആയുസ് തീർന്ന് മരിച്ചു പോയാലും സാരമില്ല, ഞാൻ നിന്നെ ചേർക്കും. പ്രിയപ്പെട്ടവരെ, നിന്റെ ദ്രവിച്ചു പോകുന്ന ശരീരത്തെ ഞാൻ മാറ്റും. തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം ഞാൻ നിനക്ക് തരും. എന്നിട്ട് 1000 ആണ്ട് ഞാൻ നിന്നോടുകൂടെ വാഴും, നീ എന്നോടുകൂടെ വാഴും. ഇതിനാണ് ഞാൻ നിനക്ക് വേണ്ടി മരിച്ചത്. അയ്യോ, അതൊരു മനുഷ്യന് സാധ്യമാണോ? പിന്നെ 100 വട്ടം സാധ്യമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഈ 40-50 വർഷം എന്നും മരിച്ചു പോകുന്നുള്ള ബോധത്തിൽ നീ കഴിയുമെങ്കിൽ വരുവാനിരിക്കുന്ന 1000 വർഷം സമാധാനത്തോടുകൂടെ രാജാവായിട്ട് നീ എന്നോടുകൂടെ വാഴുവാൻ നിനക്ക് മനസ്സുണ്ടോ? നീ ദരിദ്രനോ രോഗിയോ ആരുമായിക്കോട്ടെ, ഏത് മതവുമായിക്കോട്ടെ, അതിനല്ലയോ ഞാൻ നിനക്ക് കുഞ്ഞെ നിനക്ക് പകരക്കാരായിട്ട് മരിച്ചത്. അയ്യോ, 1000 ആണ്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കുമോ? പിന്നെ എൻ്റെ ഗതി എന്താകും? ഭയപ്പെടേണ്ട. അന്ന് ഞാൻ നിന്നെയും ചേർത്തുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പറന്നു പോകും. ഞാൻ പണ്ട് പറഞ്ഞ വചനം ഓർത്തുകൊള്ളുവിന്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതെ, എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേക ഭവനങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ പോവുകയാണ്. അവിടേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ ഒരു കാലവും സമയമില്ല, കാലമില്ല, വർഷമില്ല, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഇല്ലാത്തത് കൊണ്ട് ആ മനോഹരമായിരിക്കുന്ന തേജസ്സിലേക്ക്, ആ പിതാവിൻ്റെ സ്വർഗത്തിലേക്ക് നമ്മൾ ഒന്നിച്ച് എന്നേക്കും വാഴും. നിനക്ക് വേണമോ? നിനക്ക് വേണമോ? ഈ ഭാഗ്യപദവി നിനക്ക് വേണമോ? നിന്റെ മതത്തിൽ അത് കിട്ടത്തില്ല, നിന്റെ പുരോഹിതന്മാരെ തരികയുമില്ല. ആകിയാൽ നിന്റെ പൗരോഹിത്യത്തെയും മതത്തെയും തള്ളിക്കളയാതെ, നിന്റെ ആരാധനാക്രമങ്ങളെ തള്ളിക്കളയാതെ നിനക്ക് എന്നെ അംഗീകരിക്കാൻ കഴിയത്തില്ല. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. അതുകൊണ്ട് ഉന്നത ഭാവങ്ങളെ താഴ്ത്തി മതഭക്തികളെ വിട്ട് നിന്റെ പിതൃപാരമ്പര്യത്തെ ഉപേക്ഷിച്ച് നിന്നെ വഞ്ചിക്കുന്ന നിന്റെ പുരോഹിതന്മാരുടെ കള്ള ഉപദേശങ്ങളെ തള്ളിക്കളഞ്ഞ് സത്യദൈവമായിരിക്കുന്ന എന്നിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനയായിരിക്കുന്ന സ്നാനത്തിലേക്ക് കടന്നു വന്ന് ഞാൻ നിനക്ക് നൽകി തരുന്ന ആത്മാവിനെ പ്രാപിച്ച് എന്നോടുകൂടെ ഒരിക്കലും തീർന്നു പോകാത്ത നിത്യസ്വർഗത്തിലേക്ക് ചിരകാലം വസിപ്പാൻ ഞാൻ നിന്നെ ഓമന പേർ ചെല്ലു വിളിക്കുകയാണ്. അല്ലയോ സകല ജാതി മതസ്ഥരുമായിട്ടുള്ളവരെ, എൻ്റെ അടുക്കലേക്ക് വരുവിന്. ഞാനല്ലാതെ ഒരു ദൈവമില്ല. ഉണ്ടെങ്കിൽ വരുവാനിരിക്കുന്ന കാര്യങ്ങളെ അവർ സംസാരിക്കട്ടെ. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷീകരിക്കുന്നു. ആകിയാൽ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ഈ സമാധാനത്തിന്റെ ദൈവത്തോടുകൂടെ സമാധാനമായിട്ട് വാഴുവാൻ എല്ലാ ജാതി മതസ്ഥരെയും യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.